സാമ്പത്തിക സ്ഥിതിയിൽ അന്നന്ന് പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചൈനയിൽ നിന്നും നിരന്തരം അഴിമതി കഥകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അഴിമതിയുടെ വിളനിലമായ ചൈനയിൽ ഭക്ഷ്യ എണ്ണയിലും ജനത്തെ ക്രൂശിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ചൈനയിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഭക്ഷ്യ കമ്പനി ഇന്ധനവും പാചക എണ്ണയും ഒരേ ടാങ്കർ വാഹനം ഉപയോഗിച്ച് കൊണ്ടുപോകുന്നതായാണ് അടുത്ത പരാതി വന്നിരിക്കുന്നത്. ചെലവ് വെട്ടിക്കുറയ്ക്കാനാണ് ഇന്ധനവും പാചക എണ്ണയും ഒരേ വാഹനത്തിൽ കയറ്റുന്നതെന്ന ആരോപണം ഉയർന്നതോടെ പൊതുജന രോഷം വർദ്ധിച്ചിരിക്കുകയാണ്. ഭക്ഷ്യമലിനീകരണത്തെക്കുറിച്ചുള്ള ആശങ്ക സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് സംഭവം വിവാദമായത്. ഇന്ധനം കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ടാങ്കുകളിൽ തന്നെയാണ് പാചക എണ്ണയും സിറപ്പും പോലുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകുന്നതെന്നും കണ്ടെത്തിയിരുന്നു. ഈ വാഹനം അണുവിമുക്തമാക്കിയിട്ടില്ലെന്ന് ചൈനീസ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചൈനയിലെ ഏറ്റവും വലിയ ധാന്യ സംഭരണ ഗതാഗത കമ്പനിയായ സിനോഗ്രയിനും സ്വകാര്യ കമ്പനിയായ ഹോപ്പ്ഫുൾ ഗ്രെയിൻ ആൻഡ് ഓയിൽ ഗ്രൂപ്പുമാണ് ഈ അഴിമതിയുടെ പേരിൽ പ്രതിക്കൂട്ടിലായിരിക്കുന്നത്. ലാഭത്തിനു വേണ്ടി എളുപ്പത്തിൽ ഭക്ഷണത്തിൽ മായം കലർത്തുന്നുണ്ടെന്ന വിവരം പുറത്തു വന്നതോടെ ആശങ്കയിലാണ് ജനങ്ങൾ. സമീപ വർഷങ്ങളിൽ ചൈന നേരിടുന്ന പ്രധാന പ്രശ്നമാണിത്. ഭക്ഷ്യ മയക്കുമരുന്ന് സുരക്ഷാ ഭീഷണികളാൽ ആടിയുലഞ്ഞ രാജ്യത്ത് ഭക്ഷ്യമലിനീകരണത്തെക്കുറിച്ചുള്ള ആശങ്കകൾ കൂടി ഉയരുന്നതും കടുത്ത വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട്. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് മലിനമായ ഇന്ധന ട്രക്കുകളിൽ പാചക എണ്ണ കൊണ്ടുപോകുന്നത് വളരെ വ്യാപകമായിരിക്കുകയാണ്. കൂടാതെ വ്യാവസായികൾക്കിടയിൽ പരസ്യമായ രഹസ്യമാണിതെന്നും വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. സർക്കാരിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് പോലും പൊതുജന വിശ്വാസത്തിനേറ്റ ഏറ്റവും പുതിയ പ്രഹരമാണ് ഈ കേസ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചൈനീസ് സോഷ്യൽ മീഡിയയിലെ ടോപ്പ് ട്രെൻഡിംഗ് വിഷയം ഇതായിരുന്നു. 30 ലക്ഷം കുട്ടികളുടെ ആരോഗ്യം അപകടത്തിലാക്കിയ 2008 സാൻലൂപാൽ അഴിമതിയുമായി പലരും ഇതിനെ താരതമ്യം ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ചൈനയുടെ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റേറ്റ് കൗൺസിലിൻ്റെ ഭക്ഷ്യസുരക്ഷാ ഓഫീസ് ഭക്ഷ്യ എണ്ണയുടെ ഗതാഗതത്തെക്കുറിച്ച് ഒരു ഇന്റർ ഡിപ്പാർട്ട്മെന്റ് ടീം അന്വേഷിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. എത്രയും വേഗം നടപടി സ്വീകരിക്കുമെന്നാണ് സർക്കാർ ഭാഷ്യം. മാധ്യമ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുള്ള 2 കമ്പനികളും അന്വേഷണം നേരിടുകയാണെന്നും പറയുന്നുണ്ട്. എന്നാൽ റിപ്പോർട്ടിൽ പേരില്ലാത്ത മറ്റ് പ്രധാന ഭക്ഷ്യ എണ്ണ നിർമ്മാതാക്കൾ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകുന്നതിന് ഇന്ധന ട്രക്കുകൾ ഉപയോഗിക്കുന്നില്ലെന്നും പ്രസ്താവനകൾ ഇറക്കിയിട്ടുണ്ട്. പൊതുജനരോഷം ശക്തമായതോടെ സർക്കാർ ഉടമസ്ഥതയിലുള്ള സിനോഗ്രെയിൻ ഭക്ഷ്യസുരക്ഷാ ചട്ടങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് തങ്ങളെന്നും ചൈന പറയുന്നുണ്ട്. നിയമങ്ങൾ ലംഘിച്ചതായി കണ്ടെത്തിയ ഏതെങ്കിലും ട്രക്കുകളുടെ ഉപയോഗം ഉടൻ താൽക്കാലികമായി നിർത്തിവെക്കുമെന്നും കമ്പനി അറിയിച്ചു. ചൈനയിൽ ടാങ്കറുകൾ ഏതെങ്കിലും പ്രത്യേകതരം ചരക്കുകൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടില്ല. അതിനാൽ കൽക്കരി അടിസ്ഥാനമാക്കിയുള്ള എണ്ണകൾ കയറ്റുന്നതിന് ശേഷം ഭക്ഷ്യോൽപ്പന്നങ്ങൾ കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. സർക്കാർ ഉടമസ്ഥതയിലുള്ള സിനോഗ്രെയിൻ്റെയും ഹോപ്പ്ഫുൾ ഗ്രെയിൻ ആൻഡ് ഓയിൽ ഗ്രൂപ്പിൻ്റെയും സബ്സിഡിയറി ഉൾപ്പെടെ നിരവധി പ്രമുഖ ചൈനീസ് കമ്പനികൾ ഈ ക്ലെയിമുകൾ ഉൾപ്പെടുന്നുണ്ട്. ചൈനയിലെ ഭക്ഷ്യസുരക്ഷാ നിയമം ഇത്തരത്തിലുള്ള സംഭരണത്തെ ശക്തമായി എതിർക്കുന്നുമുണ്ട്. നിയമം പറയുന്നത് വിഷവും ദോഷകരവുമായ വസ്തുക്കൾ ഉപയോഗിച്ച് ഭക്ഷണം സൂക്ഷിക്കുകയോ കൊണ്ടുപോകുകയോ ചെയ്യരുതെന്നാണ്. ഭക്ഷണത്തിൽ വിഷലിപ്തമോ ദോഷകരമോ ആയ വസ്തുക്കൾ കലർത്തുന്നതും ഗുരുതരമായ കുറ്റകൃത്യമാണ്. കുറ്റം കണ്ടെത്തിയാൽ ദീർഘനാൾ ജയിൽവാസം അനുഭവിക്കേണ്ടിയും വരും. കൂടാതെ ഭക്ഷ്യവിഷബാധയേറ്റ് മരണം സംഭവിച്ചാൽ ഉത്തരവാദികൾക്ക് വധശിക്ഷ വരെ ലഭിക്കുന്നുണ്ട്. സമീപ ദശകങ്ങളിൽ രാജ്യത്ത് ജീവിത നിലവാരം ഉയർന്നു വരുന്നുണ്ടെങ്കിലും ഭക്ഷ്യസുരക്ഷ ഒരു തുടർ പ്രശ്നമാണ്. 2000കളുടെ തുടക്കം മുതൽ പ്രാദേശിക മാധ്യമങ്ങൾ ഡസൻ കണക്കിന് അഴിമതി കഥകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് കർശനമായ സർക്കാർ നിയന്ത്രണങ്ങൾക്ക് വഴിവെച്ചത്. ചൈന കണ്ട ഏറ്റവും വലിയ ഭക്ഷ്യ ദുരന്തത്തിൽ വിഷാംശമുള്ള വ്യാവസായിക രാസവസ്തുവായ മെലാമൈൻ അടങ്ങിയ പാൽപ്പൊടി ഫോർമുലയാൽ 6 ശിശുക്കൾ മരിക്കുകയും 30 ലക്ഷത്തോളം പേർ രോഗബാധിതരാകുകയും ചെയ്തിരുന്നു. 2008 കേസിന് ഉത്തരവാദികളെന്ന് കണ്ടെത്തിയ നിരവധി പേർക്കെതിരെ സർക്കാർ വധശിക്ഷയും പുറപ്പെടുവിച്ചിട്ടുണ്ട്.